കിസ്റയും കൈസറുമൊക്കെ ഫിസ്സിമാരി വല്ലൻഹാർ, എന്തൊരു സുഖങ്ങളിലാണ് അവർ കഴിയുന്നത്. അവരുടെ ഭവനങ്ങൾ എത്രമാത്രം വലുതാണ്, അവരുടെ സുഖസല്ലാപങ്ങൾ എത്രമാത്രം അധികമാണ്. തങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലയോ? ആ സമയത്ത് ചോദിച്ച, ആ സമയത്ത് പറഞ്ഞത്, ഓ ഉമറേ, വഹും മുലൂഖുദ് ദുനിയാ, അവരൊക്കെ ദുനിയാവിലെ രാജാക്കന്മാരാണ്. വഅമ്മാ നഹ്നു ഫഅബ്നാഉൽ ആഖിറ, നമ്മൾ ആഖിറത്തിന്റെ മക്കളാണ്, പരലോകത്തിന്റെ വക്താക്കളാണ്. നമുക്ക് പരലോകമാണ് സന്തോഷമുള്ള ലോകം. അതുകൊണ്ട് തന്നെ ഈ സൗകര്യത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ടു പോയി, ഈ സംവിധാനങ്ങളിൽ പൊരുത്തപ്പെട്ടു പോയി. ഒന്നുമല്ല, ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട്, പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് ദുനിയാവിതൊക്കെ മതിയെന്ന് ചിന്തിച്ചു പോയി. എപ്പോഴും അങ്ങനെ ദുനിയാവ് മതിയായിട്ടില്ല എന്ന് ചിന്തിക്കരുത്. ദുനിയാവിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ പറ്റിയൊക്കെ അല്ലാഹുത്തആല എത്ര ചെറുതാക്കിയാ പറഞ്ഞു നോക്ക് നിങ്ങൾ. ഒരാൾക്ക് അല്ലാഹുത്തആല ഒരു സ്വർണത്തിന്റെ ഒരു കൊട്ടാരം, അതുപോലെ തന്നെ വെള്ളിയുടെ ഒരു കൊട്ടാരം, അതിന്റെ വാതിലുകളൊക്കെ സ്വർണത്തിന്റെ വാതിലുകൾ, അതിലുള്ള കട്ടിലുകളൊക്കെ നല്ല നല്ല ഏറ്റവും നല്ല വിലപിടിപ്പുള്ള മരത്തിന്റെയും നല്ല നല്ല ഉപകരണങ്ങളുടെയും കട്ടിലുകൾ, ഇതൊക്കെ കൊടുത്താലും അല്ലാഹു തആല അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത് വഇൻ കുല്ലു ദാലിക ലമ്മാ മതാഉൽ ഹയാത്തിദ് ദുനിയ, അതൊക്കെ ഈ ഭൗതിക ലോകത്തിന്റെ ഒരു ചരക്ക്, ഒരു സമൃദ്ധി എന്നല്ലാതെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. ഏറ്റവും ഖൈറു വൽ ആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് പരലോകമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ലത്. ആ പരലോകത്തിന് വേണ്ടി സഹോദരങ്ങളെ ദുനിയാവിൽ അധ്വാനിക്കണം. ദുനിയാവ് ആഖിറത്തിന് വേണ്ടി കളഞ്ഞു കുളിക്കരുത്. ആഖിറത്തിന് വേണ്ടിയുള്ള സമ്പാദ്യ ലോകമാകണം ദുനിയാവിന്റെ ലോകം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന 5 ഘട്ടങ്ങളിലും നമ്മൾ സമ്പാദ്യം വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 വിഷയം വരുന്നതിന്റെ മുമ്പ് 5 എണ്ണം നീ സമ്പാദിക്കണേ. ശബാബക ഖബ്ല ഹറമിക, നിന്റെ യുവത്വം നീ സമ്പാദിക്കണം വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ്. വാർദ്ധക്യം വരുമ്പോ നിനക്ക് പലതും ചെയ്യാൻ കഴിയില്ല. യുവത്വത്തിൽ നിനക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒരുപാട് വിഷയങ്ങൾ നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും. ആ യുവത്വം നീ സമ്പാദിക്കണം, യുവത്വം നീ മുതലാക്കണം. യുവത്വ കാലത്ത് സാധിക്കുന്ന അത്രേ വാർദ്ധക്യകാലത്ത് സാധിക്കില്ലല്ലോ. യുവത്വ കാലത്ത് ഒരാൾക്ക് അമല് ചെയ്യാൻ കഴിയുന്നത് പോലെ വാർദ്ധക്യകാലത്ത് അമല് ചെയ്യാൻ കഴിയുമോ? ഇല്ല. യുവത്വ കാലത്ത് ഒരാൾക്ക് ദീനിന് വേണ്ടി പ്രവർത്തിക്കും പോലെ വാർദ്ധക്യകാലത്ത് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് യുവത്വം മുതലാക്കണേ. ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വം നീ മുതലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, സഹോദരങ്ങളെ, യുവത്വകാലത്ത് തന്നെ ഒരുപാട് അമല് ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചു വെച്ചുപോയി മഹാന്മാരായ സ്വഹാബിമാര്, താബിഈങ്ങൾ. അവരെ യുവത്വം അവർ മുതലാക്കിപ്പോയി. യുവത്വം മുഴുവനും ദുനിയാവിൽ തീർക്കുന്നത് നമ്മുടെ ആളുകൾ നോക്ക് നിങ്ങൾ, വിനോദങ്ങളിലാണ് അധികവും തീർക്കുന്നത്. അതേ വിനോദങ്ങൾ നമ്മുടെ ആളുകൾക്കൊരു ലഹരിയാണ്. എല്ലാ തരം വിനോദങ്ങളും കൂട്ടിക്കോളൂ. ഒറ്റക്കിരുന്നാലും വിനോദം നടക്കുമല്ലോ ഇപ്പോഴത്തെ കാലത്ത്. സംഘമായിട്ട് ആളുകൾ വേണ്ടതില്ലല്ലോ. ഒറ്റക്ക് തന്നെ സംഘമായിട്ട് ആളുകളെ കൂട്ടിയിട്ട് കളിക്കാൻ പറ്റുന്ന കാലമല്ലേ ഇപ്പോ. ഒരു ഗ്രൗണ്ടിലേക്ക് തന്നെ ഇറങ്ങണമെന്നില്ലല്ലോ കളിക്കാൻ. ആ രൂപത്തിൽ തന്നെ എത്ര ആളുകളാണ് ഹരം മൂത്തിരിക്കുന്നത്. സഹോദരാ, നിന്റെ യുവത്വകാലത്ത് നിനക്ക് ക്ഷീണം കുറവാണ്, നിനക്ക് സൗകര്യങ്ങൾ കൂടുതലാണ്, സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള ശ്രദ്ധയും ധാരാളം ലഭിക്കും, ഒടിവും കടിവും ധാരാളം കിട്ടുന്നൊരു സമയമാണ്.
സമയമാണ്. ആ സമയം നീ മുതലാക്കണം. വസിഹതക ഖബ്ല സഖമിക, ആരോഗ്യകാലം നീ സമ്പാദിക്കണം നിന്റെ രോഗം വരുന്നതിന്റെ മുമ്പ്. രോഗം വരുമ്പോ പലർക്കും തോന്നും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഒക്കെ തോന്നും, പക്ഷേ സാധിക്കൂല. രോഗം വന്നു കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് ഓതുന്നത് കുറച്ചായി പോകും, നിസ്കരിക്കുന്നത് കുറച്ചായി പോകും, ദിക്ർ ചൊല്ലുന്നത് അല്പമായി പോകും, എല്ലാം ചുരുങ്ങിപ്പോകും. ക്ഷീണമല്ലേ ബാധിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യകാലം മുതലാക്കണം. നിന്റെ സമ്പാദ്യം നിന്റെ ആവശ്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ട് ദാരിദ്ര്യം വന്നു പോകുമോ എന്ന് പേടിക്കുന്നതിന്റെ മുമ്പ് നിന്റെ സമ്പാദ്യം കൊണ്ട് നീ മുതലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വഹയാതക ഖബ്ല മൗതിക, നിന്റെ ജീവിതകാലം നീ സമ്പാദ്യമാക്കണം മൗത്ത് വരുന്നതിന്റെ മുമ്പ്. എല്ലാം സമ്പാദിക്കണം സമ്പാദിക്കേണ്ട ഘട്ടത്തില്. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് അധ്വാനം കുറവാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങൾ നോക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത്, അതുപോലെ തന്നെ ദിക്ർ ചൊല്ലുന്നത്, സുഹൃതങ്ങളുമായി ബന്ധപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ സമയം യുവത്വകാലമാണ്. ഏറ്റവും അധികരിപ്പിക്കേണ്ട കാലം യുവത്വകാലമാണ്. കുറഞ്ഞ കാലം ആരോഗ്യമുള്ള കാലമാണ്. രോഗം വന്നിട്ട് അവരെ വിസിറ്റ് ചെയ്യാൻ പോയാൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാനുള്ള പൂതി ഇങ്ങനെ പറയുവർ. പക്ഷെ ഇനി നടക്കൂല. രോഗഗ്രസ്തരായി കടന്നുപോയി, ക്ഷീണം വന്നുപോയി. ആരോഗ്യമുള്ള സമയം നല്ലോണം മുതലാക്കേണ്ട സമയമായിരുന്നു അത്. നല്ലോണം മുതലാക്കേണ്ട സമയമായിരുന്നു അത്. ആ സമയത്ത് മുതലാക്കിയിരുന്നെങ്കിൽ എന്തൊരു സന്തോഷായിരുന്നു. പിൽക്കാലത്തുള്ള ജീവിതം മുഴുവനും, മരണാനന്തര ജീവിതം, പരലോക ജീവിതം തുടങ്ങിയില്ലേ മരണത്തോടുകൂടെ, യഥാർത്ഥ ജീവിതം ഒക്കെ സന്തോഷായിരുന്നു. അപ്പൊ മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി, പാരത്രിക ലോകത്തെ വിജയത്തേക്ക് വേണ്ടി ഈ ദുനിയാവിൽ നല്ല ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. മുത്തഖീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിട്ട് പരലോകത്തിന് വേണ്ടി നമ്മൾ മാറണം. ദുനിയാവിൽ അധികാരവും മറ്റുമൊക്കെ ഉണ്ടായിട്ട് ഒരു വിജയത്തിലും എത്താൻ കഴിയാത്ത ഭരണാധികാരികൾ ഇന്നുല്ലേ? മിസ്ർ അടക്കി ഭരിച്ചിരുന്ന ഭരണാധികാരിയെ അള്ളാഹു ഒരു കാഴ്ച വസ്തുവാക്കി നമ്മളെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കൊണ്ടുപോയാൽ കാണാ. മിസ്ർ അടക്കി ഭരിച്ചിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നിരുന്ന ഫിറഔൻ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ നടക്കുന്ന ആളുകളോടൊക്കെ ഫിറഔൻ അന്ന് ചോദിച്ചിരുന്നു, ഓ ജനങ്ങളെ, അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എനിക്കല്ലേ, എന്നെയല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ കാണുന്ന നദികളൊക്കെ എന്റെ കീഴിലല്ലേ ഒഴുകുന്നത്, ഞാനല്ലേ ഇതൊക്കെ നടത്തുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ മൂസാ നബിന്റെ പിന്നാലെ പോകുന്നത്? അം അന ഖൈറും മിൻ ഹാദല്ലദി ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ. നിങ്ങൾ ഈ മൂസാ നബിന്റെ കൂടെ പോകുന്നത് എന്തിനാ? ഒരു കഴിവുമില്ല, ഒരു യോഗ്യതയില്ല, ഒരു അർഹതയില്ല. എത്ര സമ്പത്താണ് എനിക്കുള്ളത് അവൻ ചോദിക്ക ആളുകളോട്. പക്ഷെ ആ സമ്പത്തും ആ സമ്പാദ്യമൊക്കെ ഉള്ള ആള് എന്തായി സഹോദരങ്ങളെ? വിശ്വസിക്കാൻ കഴിഞ്ഞോ ആ മനുഷ്യന്? ഈമാനോടുകൂടെ മരിക്കാൻ കഴിഞ്ഞോ ആ മനുഷ്യന്? ആ മനുഷ്യന്റെ ആഖിബത്തും കേടായിട്ടല്ലേ പോയത്? അത്രയും വലിയ അക്രമം നടത്തിയ മനുഷ്യനെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു ബാക്കി വെച്ചിരിക്കുകയാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല കൊടുത്ത സൗന്ദര്യം എത്ര വലുതാണ്. മൂസാ നബി ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി ജീവിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാം ഖബറിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതേ മാസം റജബ് മാസത്തിൽ ഇസ്രാഇന്റെ രാത്രിയിൽ മസ്ജിദുൽ അഖ്സയോട് അടുത്ത സ്ഥലത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറിന്റെ അടുത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി. ഫിർഔന് മോശക്കാരനായി കണ്ടിരുന്ന ആളല്ലേ മൂസാ നബി. പക്ഷേ ആ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടോയി. എത്ര വലിയ സ്ഥാനമാ സഹോദരങ്ങളെ മൂസാ നബിക്ക് അല്ലാഹു നൽകിയത്. അതേ മൂസാ നബി അലൈഹിസ്സലാം നബി തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ അവിടെയുണ്ട്.
അതേ മൂസാ നബി അലൈഹിസ്സലാം ആകാശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാൻ അവിടെയുണ്ട്. ചെറുതല്ലല്ലോ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത സ്ഥാനം. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ച മൂസാ നബിക്ക് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും പലതവണ കാണാനും അള്ളാഹു അവസരം കൊടുത്തുപോയി. വേറൊരൊറ്റ നബിയെയും അല്ലാഹു തആല അവിടെ നിർത്തിയില്ലല്ലോ. അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോ മൂസാ നബി അലൈഹിസ്സലാമാണ് അവിടെയുള്ളത്. ചോദിച്ചു, അല്ലാഹു തആല നിങ്ങൾക്ക് എന്താ നൽകിയത്? എനിക്കും എന്റെ ഉമ്മത്തിനും അല്ലാഹു തആല 50 നിസ്കാരം നൽകി. 50 നിസ്കാരമോ? നിങ്ങളെ ഉമ്മത്തിനേക്കാളും ആരോഗ്യവും ആയുസ്സും സൗകര്യവും ഒക്കെ ഉള്ള ടീമായിരുന്നു ബനു ഇസ്രായേൽക്കാർ. 2 വക്ത് കൊണ്ടാണ് ഞാൻ അവരെ പരിശോധിച്ചത്. പക്ഷെ അതന്നെ അവർക്ക് പൂർണ്ണ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 50 നിസ്കാരോ? നിങ്ങൾ മടങ്ങിപ്പോയിട്ട് അള്ളാഹുവിനോട് തഖ്ഫീഫ് ചോദിക്കണം, എളുപ്പം ചോദിക്കണം, ചുരുക്കം ചോദിക്കണം. അള്ളാഹുവിനെ കണ്ട് വീണ്ടും തിരിച്ചു 9 തവണ. ഒരു തവണ അള്ളാഹു തആലാനെ കാണാൻ ചോദിച്ചേരി എത്ര തവണയാ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാണാൻ അള്ളാഹു ചാൻസ് കൊടുത്തത്? മൂസാ നബി അലൈഹി സ്വലാം ഈ ഭൂമിയിൽ ജീവിച്ചത് അള്ളാഹുവിനെ കാണണം എന്ന വല്ലാത്തൊരു താല്പര്യത്തോടെയല്ലേ അള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ചത്? ആ ആഗ്രഹത്തിനല്ലേ സഹോദരങ്ങളെ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല, പക്ഷേ അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും സംവദിക്കാനും അള്ളാഹു അവസരം നൽകിയത്. ആ മൂസാ നബി അലൈഹിസ്സലാമിന് ചെറിയ ബഹുമാനമല്ലല്ലോ അള്ളാഹു നൽകിയത്. ഫിർഔനിന് എല്ലാ കാലത്തും അള്ളാഹു നൽകിയതോ ശാപം തന്നെ. ശാപമല്ലേ, ശിക്ഷയല്ലേ അല്ലാഹുവിന് നൽകിയിരിക്കുന്നത്? അന്നാറു യുറലൂന അലൈഹാ ഉദുവൻ വഅശിയ്യാ. നമ്മൾ ഫിർഔനെ പോയാൽ നോക്കിക്കാണുന്നത് AC റൂമിലാണ്. ഫിർഔനെ മാത്രം ആ മ്യൂസിയത്തിൽ ഒരു AC റൂമിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ഒരു പെട്ടിക്കുള്ളിലാണ് അവനെ വെച്ചിരിക്കുന്നത്. അവന്റെ ശരീരത്തിൽ മരുന്നൊന്നും തേക്കുന്നില്ല. അവന്റെ ചെറിയ പല്ലും അവന്റെ നഖവും അവന്റെ നരച്ച മുടിയൊക്കെ ഇപ്പോഴും കാണാം. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് മറയായിട്ടൊരു കാര്യമുണ്ട്. അത് അള്ളാഹുവിന്റെ അദാബാണ്. അത് 24 മണിക്കൂറും നൽകുന്നു എന്ന് അല്ലാഹ് ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അന്നാറു യുറലൂന അലൈഹാ ഉദുവൻ വഅശിയ്യാ. 24 മണിക്കൂറും അവന് നരകശിക്ഷയാണ്. ആഖിറത്തിലെത്തിയിട്ടുള്ള ശിക്ഷ വേറെയുണ്ട്. ഇവിടെ കൊടുക്കുന്ന ശിക്ഷയാണ് നരകശിക്ഷ 24 മണിക്കൂറും. ഫിർഔൻ കുടുംബത്തിന് അല്ലാഹു ശിക്ഷ കൊടുക്കുകയാണ്. അതേ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം എത്ര സലാമത്തിലാണ്, എത്ര റാഹത്തിലാണ്. കിടക്കുന്നിടത്ത് വെച്ച് പോലും അള്ളാഹുവിന് നിസ്കരിക്കാൻ അല്ലാഹു തആല സംവിധാനം ഒരുക്കി കൊടുത്തത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തെയും ബഹുമാനത്തെയും അറിയിക്കുന്നതാണ്. അത് ചെറിയൊരു ബഹുമാനമല്ല മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത്. ദുനിയാവിൽ രാജാധികാരം കൊണ്ട് വലിയ അക്രമം സൃഷ്ടിച്ച് വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ട് അള്ളാഹുവിനെ പോലും വെല്ലുവിളിച്ച ഫിർഔൻ അവൻ തോറ്റുപോയി. ദുനിയാവ് അവരൊക്കെ ഉപയോഗിച്ചത് ദുനിയാവിന്റെ ഭംഗിക്ക് വേണ്ടിയും സൗന്ദര്യത്തിനും വേണ്ടിയാണ്. ഞാൻ എന്റെ മൂമിനീങ്ങളോട് മൂമിനാത്തുകളോട് പറയട്ടെ, ദുനിയാവിലെ ഹ്രസ്വകാലം അത് ആസ്വദിക്കാൻ വേണ്ടിയുള്ള കാലമായി ഉപയോഗിക്കരുത്. പിന്നെയോ പടച്ച റബ്ബിനെ അനുസരിക്കാനുള്ള കാലമായിട്ട് ഈ ദുനിയാവിലെ കാലം നമ്മൾ ഉപയോഗിക്കണം. അള്ളാഹുവിനെ അനുസരിക്കാനുള്ള കാലമായിട്ട് ഈ ദുനിയാവിലുള്ള കാലം, ചുരുങ്ങിയ കാലം നമ്മൾ ഉപയോഗിക്കണം. പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ നമുക്ക് പെടണം. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് മഹാന്മാര് പറഞ്ഞില്ലേ, അവർക്ക് 7 അടയാളങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, പരലോകത്ത് വിജയിക്കുന്ന മുത്തഖീങ്ങൾക്ക് 7 അടയാളങ്ങൾ കാണാം. ഒന്നാമതായവര് പറഞ്ഞു, ഇസ്നതൈനി ഫീ ലിസാനിഹി,
രണ്ട് കാര്യങ്ങൾ അവരെ നാവിൽ കാണാം. ഒന്നാമതായിട്ട് ഫയംതനിഉ ലിസാനഹു മിനൽ കദിബി വൽ ഗീബതി വകലാമിൽ ഫുളൂൽ. സ്വന്തം നാവിനെ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് അനാവശ്യങ്ങളിൽ നിന്ന്, ഗീബത്തിൽ നിന്ന്, കളവിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. വയജഅലു ലിസാനഹു മശ്ഗൂലൻ ബിദിക്രില്ലാഹി വതിലാവത്തിൽ ഖുർആനി വമുദാക്കറത്തിൽ ഇൽമി. സ്വന്തം നാവിനെ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും, ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും അറിവിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടും സ്വന്തം നാവിനെ അവർ ശുഗലാക്കുന്നു. രണ്ടാമത്തെ കാര്യം അയ്യഖാഫ ഫീ അംരി ബത്നിഹി. സ്വന്തം പള്ളയുടെ വയറിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നു. ഫലാ യദ്ഖുലു ബത്നഹു ഇല്ലാ ത്വയ്യിബൻ ഹലാലാ. ഹലാലായ ഭക്ഷണമല്ലാതെ ഭക്ഷിക്കാൻ അവൻ ഒരുമ്പടൂല. എത്രയോ ശതമാനം കുറഞ്ഞ കണക്കിലും കൂടിയ കണക്കിലുമൊക്കെ വിവിധ തരത്തിലുള്ള ഹറാമുകൾ സമ്പാദ്യമായിട്ട് നാട്ടിൻ പുറങ്ങളിലും മറുനാടുകളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, നമ്മുടെ വയറ് അശുദ്ധമാക്കാതെ, നമ്മുടെ ബത്ന് അശുദ്ധമാക്കാതെ ഹലാലായത് ഭക്ഷിക്കാനുള്ള ശ്രമം അത് അല്ലാഹുവിനോടുള്ള ഖൗഫാകുന്നു. മൂന്നാമത്തെ കാര്യം എണ്ണിയപ്പോൾ അയ്യഖാഫ ഫീ അംരി ബസ്വരിഹി. സ്വന്തം കണ്ണിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. ഫലാ യൻദുറു ഇലൽ ഹറാം. ഹറാമിലേക്ക് അവൻ നോക്കൂല. ലാ ഇലദ്ദുനിയാ ബിഐനിർ റഗ്ബ. ദുനിയാവിലേക്ക് താല്പര്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കൂല. വഇന്നമാ യകൂനു നദ്റുഹു അലാ വജ്ഹിൽ ഇബ്റാ. ദുനിയാവിലേക്ക് നോക്കുന്നത് പഠനത്തിന്റെ കണ്ണുകൊണ്ടാണ്. ഒരാൾക്ക് അല്ലാഹു തആല എന്തെങ്കിലും സ്ഥാനമോ മാനമോ ബഹുമാനമോ ഒക്കെ കൊടുത്താൽ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു കണ്ണ്, ചിന്തിക്കുന്ന ഒരു കണ്ണ്, അല്ലാഹു തആല കൊടുത്തതിൽ എത്ര ശുക്ർ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന കണ്ണ്. അല്ലാഹ് എനിക്കും പഠിച്ചവൻ അങ്ങനെ തന്നില്ലല്ലോ, അല്ലാഹു തആലക്ക് എന്താ എല്ലാവർക്കും അങ്ങനെ കൊടുത്താൽ എന്ന് ചിന്തിക്കുന്ന കണ്ണല്ല. അങ്ങനെ വരണ്ട. അല്ലാഹു തആലക്ക് എല്ലാവർക്കും കൊടുക്കാൻ അല്ലാഹുവിന്റെ ഖജനാവിൽ കുറവുണ്ടായിട്ടാണെന്ന് അങ്ങനെ ആരും കരുതണ്ട. ഇഷ്ടം പോലെ ഓരോരുത്തർക്കും അങ്ങോട്ട് കൊടുത്താൽ ഭൂമിയിൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ അക്രമം നടക്കൂല. കുറച്ചെന്നെ കൊടുത്തിട്ടുള്ള കഥ എങ്ങനെ? കുറച്ചാൾക്കാർക്ക് കുറച്ച് അധികം കൊടുത്തപ്പോൾ തന്നെ ഭൂമിന്റെ കഥ നോക്ക് നിങ്ങൾ. കുറച്ചാൾക്കാർക്കല്ലേ അല്ലാഹു തആല ഭരണവും സ്വാധീനവും അധികാരം കൊടുത്ത് എന്തെല്ലാണോ ചെയ്യുന്നത്? എല്ലാവർക്കും ഒരുപോലെ പരന്ന വിശാലമായ അവസ്ഥ കൊടുത്തിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർദ്. ഭൂമിയിൽ അക്രമം തന്നെ ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു യുനസ്സിലു ബിഖദരി മാ യശാ. ലിമിറ്റാക്കിയിട്ട് ചില ആളുകളെ നിശ്ചയപ്പെടുത്തിയിട്ട് മാത്രം അല്ലാഹു തആല കൊടുക്കുന്നത്. കൊടുക്കാൻ ഖജനാവിൽ കുറവുള്ളത് കൊണ്ടല്ല, ബാക്കിയുള്ള ആളുകൾ കൂടി സ്വസ്ഥത നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ്. നാലാമത്തെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു അയ്യഖാഫ ഫീ അംരി യദിഹി. സ്വന്തം കൈയിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ഫലാ യമുദ്ദുഹാ ഇലൽ ഹറാം. ഹറാമിലേക്ക് അവന്റെ കൈ നീട്ടൂല. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹറാമായ രീതിയിലേക്ക് കൈയിനെ നീട്ടൂല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഹറാമായ ഒരു രംഗം കാണാനോ, ഒരു ചാറ്റിംഗ് നടത്താനോ, ഒരു മിസ് കോൾ അടിക്കാനോ, ഒരു കോൾ ചെയ്യാനോ ഒന്നും കൈകൊണ്ട് ബട്ടണമർത്തൂല. ഹറാമായ ഒരു സംഗതി എഴുതാൻ കൈവരൽ ഉപയോഗിക്കൂല. ഹറാമായ രീതിയിൽ ഒരു മെസ്സേജ് എഴുതാൻ പോലും, അല്ലെങ്കിൽ സഹോദരങ്ങളെ പറ്റാത്ത ഒരു വിഷയം മറ്റൊരാളിലേക്ക് അതേ അയച്ചു കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ പോലും കൈ നീട്ടുകയില്ല.
കയ്യിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നു. വഇന്നമായ മുദ്ദു യദഹു ഇലാ മാ ഫീഹി തഅത്തില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങൾ ഏതുണ്ടോ അതിലേക്ക് കൈ ഉയർത്തുന്നു. അതേ ദിക്ർ ചൊല്ലാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ഖുർആൻ മറിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ഹലാലായ സമ്പത്ത് അധ്വാനിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അഞ്ചാമത് പറഞ്ഞു അയ്യഖാഫ ഫീ അംരി ഖദമൈഹി. രണ്ട് കാലിന്റെ കാര്യത്തിലും അല്ലാഹുവിനെ പേടിക്കുന്നു. ഫലാ യംശി ഫീ മഅസിയത്തില്ലാഹ്. അല്ലാഹുവിന് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യത്തിലും നടന്നു പോകൂല. ആറാമതായി പറഞ്ഞു അയ്യഖാഫ ഫീ അംരി ഖൽബിഹി. സ്വന്തം മനസ്സിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അതേ, അപ്പോൾ ആ മനസ്സിൽ നിന്ന് വിദ്വേഷം നീങ്ങുന്നു, ശത്രുത നീങ്ങുന്നു, മറ്റുള്ളവരോടുള്ള പകയും മറ്റുമൊക്കെ നീങ്ങുന്നു. വയദ്ഖുലു ഫീഹി നസീഹത്തു വശഫഖത്തു ലിൽ മുസ്ലിമീൻ. ഏതൊരു മുസ്ലിമിനും ഗുണം ഉപദേശിക്കണം, ഏതൊരു മുസ്ലിമിനോടും സ്നേഹത്തോടെ വർത്തിക്കണം. പാവപ്പെട്ട ആളുകളെ അവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയോടെ നോക്കണം. ആ നിലക്കുള്ള നല്ല കൽബാണ് അവന്റെ കൽബ്. ഒരു മുസ്ലിമിനോടും വിദ്വേഷമില്ല, തെറ്റ് ചെയ്യുന്ന ആളോട് പോലും പകയില്ല. നന്നാകണമെന്ന അർത്ഥത്തിൽ അവനെ നോക്കിയിട്ട് അവനെ നന്നാക്കുന്നു. അങ്ങനെയാണ് മഹാന്മാരെ കൽബൊക്കെ. ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരാളെ കിട്ടിയാൽ പിന്നെ അയാളെ ഉപദേശിച്ച് നന്നാക്കിയിട്ട് കൂട്ടുകാരനാക്കുക. അങ്ങനെയാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കള്ളൻ കയറിയ കള്ളൻ ആ വീട്ടിൽ കയറിയതുകൊണ്ട് അയാൾ നന്നായിപ്പോയി. ആ വീട്ടിൽ കയറിയതുകൊണ്ട് അയാൾ നന്നായിപ്പോയി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറിയിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോ ഒന്നും കിട്ടിയില്ല. അത് വലിയ നഷ്ടമായി പോയല്ലോ. നിങ്ങൾ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ വന്നാലും ഒന്നും കിട്ടാത്ത ആളല്ലേ, നിങ്ങൾ അവിടുന്ന് കുറച്ച് 2-3 ബക്കറ്റ് വെള്ളം കോരിക്കോളി എന്ന് പറഞ്ഞു. ഒരു ഖിദ്മത്ത് എന്ന നിലക്ക് വെള്ളം കോരിയിട്ട് അയാൾക്കൊരു ഹദിയ കൊടുത്തു. ആ ഹദിയ കിട്ടിയതോടുകൂടെ അയാളെ മനസ്സ് നന്നായി പോയി. അയാൾ ചിന്തിച്ചു, നല്ല സ്വഭാവമുള്ള ആളാണല്ലോ ഈ വീട്ടിലെ ആള്, ഷെയ്ഖ് ജീലാനിയാണെന്നും അയാൾക്കറിയില്ല. ഇയാളെ കൂടെ കൂടിയാൽ എനിക്ക് നന്നാകാൻ പറ്റും, എൻ്റെ ദുസ്വഭാവം മാറാൻ പറ്റും. കള്ളന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ കൂടെ കൂടി അയാളെ കളവിന്റെ ചിന്തയൊക്കെ പോയി തോപ ചെയ്ത് അയാൾ നന്നായിപ്പോയി. അങ്ങനെയാണ്. അവരെ കൂടെ കൊടുക്കുമ്പോൾ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും അങ്ങോട്ട് നന്നായി പോകും. അങ്ങനെയല്ലേ കള്ളന്മാരെ മുഴുവനും ഇൽമു പഠിക്കാൻ വേണ്ടിയുള്ള മനസ്സോടുകൂടെ അവരൊക്കെ നന്നാക്കിയെടുത്തില്ലേ. സത്യം പറഞ്ഞിട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു കള്ളന്മാരെയും കൊള്ളത്തലവന്മാരെയും ഒക്കെ എത്ര പെട്ടെന്നാ നന്നാക്കിയത്. 18-ാമത്തെ വയസ്സിൽ തന്നെ സത്യം പറഞ്ഞ് കൊള്ളക്കാരായ കൊള്ളവീരന്മാരെ ആൾക്കാരെ മുഴുവനും കൊള്ള സംഘങ്ങൾ അതിൽ നിന്ന് മാറ്റിയിട്ട് തൗബ ചെയ്ത് നന്നായിട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി അവരും ബഗ്ദാദിലേക്ക് പോകാനാ പിന്നെ മനസ്സ് കാണിച്ചത്. അങ്ങനെയാണ്. അവരെ ശപിക്കാനോ അവർക്കെതിരായി പ്രാർത്ഥിക്കാനോ ഒന്നും അവർക്ക് തോന്നൂല. അവർ നന്നാകണമെന്ന ചിന്തയാണ്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ കള്ളം കയറിയപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ചെറുപ്പക്കാരനാണ് കക്കാൻ കയറിയത്. അയാളെ അടിച്ചൊന്നുമില്ല, ചീത്ത പറഞ്ഞില്ല. അയാൾ ചോദിച്ചു, എന്തിനാ വന്നത്? ഗോതമ്പ് വേണല്ലേ. നല്ല ഗോതമ്പ് കെട്ടിയിട്ട് തോളിലേറ്റിട്ട് അയാളെ കൂടെ പോയി. ഒരേളത്തിന് വരെ അയാളെ കൂടെ പോയി. ചെറുപ്പക്കാരൻ ചിന്തിച്ചു, പടച്ചോനെ ഇതെന്ത് മഹാനാ. ഇന്നലെയും അതിന്റെ മുമ്പുള്ള ദിവസങ്ങളൊക്കെ എത്ര അടിയാ കിട്ടിയത്, ഞാൻ എന്റെ റൂഹും കൊണ്ട് ഓടിയതാ. ഇന്ന് നേരെ തിരിച്ചാണല്ലോ. പിറ്റേന്നും ഷെയ്ഖ് റിഫായി തങ്ങളെ കാണാൻ മോഹമായി. മഹാനവറുകളെ ഹളറത്തിലെത്തി ഇൽമു പഠിച്ചു, നന്നായി, ഔലിയാക്കളെ കൂട്ടത്തിൽ മെമ്പറായി. സുബ്ഹാനല്ലാഹ്, എത്ര ആൾക്കാരെയാണ് അവർ നന്നാക്കിയത്. കുടിയന്മാരെയും മറ്റുമൊക്കെ അവരോട് ഇടപഴകിയിട്ട് അവരെ നന്നാക്കിപ്പോയി. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, 7-ാമത്തെ കാര്യം അയ്യകൂന ഖായിഫൻ ഫി അംരി ത്വഅതിഹി. അല്ലാഹു ഇബാദത്ത് എടുക്കുമ്പോ അല്ലാഹുവിനെ നന്നായി പേടിക്കുക. ഫയജഅലു ത്വഅതഹു ഖാലിസത്തൻ ലിവജ്ഹില്ലാഹ്.
നീ നിസ്കരിക്കുമ്പോഴും നോമ്പ് നോൽക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ഏത് സുഹൃതം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ വജ്ഹി വിചാരിച്ച് ലക്ഷ്യം മാറരുത്. അങ്ങനെ നീ പ്രവർത്തിച്ചാൽ ഫഇദാ ഫഅല ദാലിക, ഏഴ് അടയാളങ്ങളും ഈ രൂപത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫഹുവ മിനല്ലദീന ഖാലല്ലാഹു ഫീഹിം വൽ ആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ. ഇങ്ങനെ അടയാളങ്ങളൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആഖിറം മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു പറഞ്ഞില്ലേ, ആ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടാം. മുഅ്മിനീങ്ങളെ, പരലോകം നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. നല്ലോണം പടച്ചോനെ പേടിച്ച് ജീവിക്കണം. പടച്ച റബ്ബിന്റെ ശിക്ഷ വല്ലാതെ പേടിക്കണം. അത് ദുനിയാവിലുള്ള ശിക്ഷയെക്കാളും കൂടുതൽ കടുപ്പമേറിയ ശിക്ഷയാണ് ആഖിറത്തിലെ ശിക്ഷ. അല്ലാഹു തആല ആ ശിക്ഷയെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. ആ ശിക്ഷയുടെ മോഡലുകളൊന്നും നമ്മളിവിടെ കണ്ടിട്ടേ ഇല്ല. ആഖിറത്തിൽ അനുഭവപ്പെടാനുള്ള ശിക്ഷയുടെ ഏതെങ്കിലും രൂപഭാവങ്ങൾ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി തന്നാൽ അതിന്റെ ഒരു ചെറിയ വകുപ്പ് പോലും സഹിക്കാനുള്ള കഴിവോ ശേഷിയോ ഈ ഭൂമിക്ക് ഇല്ലേ ഇല്ല. കടുപ്പമേറിയ ശിക്ഷയുടെ ലോകമാകുന്ന പരലോകം അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മാസിയത്തിന്റെ കാര്യങ്ങൾ മുഴുവനും മാറി നിന്ന് നല്ല ഖൗഫോടുകൂടെ ജീവിക്കണം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സുഹൃതങ്ങൾ ആരെങ്കിലൊക്കെ ചെയ്താലും, സുഹൃതങ്ങൾ ഏതെങ്കിലും ആളുകളൊക്കെ ചെയ്താലും പെടണ്ടേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നല്ല പരിശ്രമങ്ങളും അധ്വാനങ്ങളും നടത്തുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു തന്റെ നാട്ടിലെ മഖ്ബറയിലൂടെ നടന്നു നീങ്ങുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിലെ മഖ്ബറയിലൂടെ പോകുമ്പോ മഖ്ബറയിൽ ഞാൻ ഒരു രംഗം കാണുകയാണ്. ഒരു മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു ചെങ്ങലയുണ്ട്. ചെങ്ങല കിലുകിലുക്കിയിട്ട് അദ്ദേഹം അങ്ങനെ ഓടുകയാണ്. ഞാൻ നോക്കുമ്പോ ഏതാ പിറകിൽ ഒരാളൊരു ചെങ്ങലയുമായി വന്നിട്ട് ഒന്നുകൂടി അദ്ദേഹത്തിന്റെ ചെങ്ങലയിൽ ബന്ധിപ്പിച്ച് ഖബറിന്റെ ഉള്ളിലേക്ക് വലിക്കുന്നു. ഖബറിന്റെ ഉള്ളിലേക്ക് ഒരാൾ വലിച്ചു കൊണ്ടുപോയി. പിന്നെ ഞാൻ അയാളെ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. പലതും ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ വലാകിന്നക കുന്ത ഇദാ ഖലൗത ബിൽ മആസി ലം തുറാഖിബില്ലാഹ്. ഒറ്റ കാര്യം, അതെന്റെ സഹോദരങ്ങളോട്, സഹോദരരോട് എന്തു സംസാരിക്കുക, എന്തും കാണാം. എന്തെല്ലാം മനുഷ്യന്മാർ കാണുന്നത്. ഖബറാളിയോട് പറയുന്നു, വലാകിന്നക കുന്ത ഇദാ ഖലൗത ബിൽ മആസി, അനാവശ്യങ്ങളെ കൊണ്ട്, തെറ്റുകുറ്റങ്ങളെ കൊണ്ട് നീ തനിച്ചായപ്പലം തുറാഖിബില്ലാഹി തആല, അല്ലാഹനെ നീ നിരീക്ഷിച്ചിട്ടില്ല. ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താക്കന്മാര് ഗൾഫിലും നാട്ടിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു, ചോര നീരാക്കുന്നു, മാസം മാസം അയച്ചു തരുന്നു. എല്ലാ മക്കളെയും ഉറക്കിയിട്ട് കട്ടിലുമേൽ ഇങ്ങനെ കിടന്നിട്ട് വേണമെങ്കിൽ AC ഒക്കെ ഇട്ടിട്ട് ഒരു നീലചിത്രം കാണാൻ നല്ല രസമാണ്. ഒരു മണിക്കൂറെങ്കിലും ചെലവഴിച്ചാൽ മുമ്പ് അദ്ദാതല്ലേ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. ശേഷം എന്തേലും ദിക്റൊക്കെ ചെല്ലിയാൽ മതി. ഒറ്റക്ക് അങ്ങോട്ട് റൂമിൽ കയറിയിട്ട് ദിക്ർ ചൊല്ലിയിട്ട് ഒറ്റക്ക് കിടക്കുന്ന ഖബർ ചിന്തിക്കുന്നതിന് പകരം, ഒറ്റപ്പെട്ട് കിടക്കേണ്ട ഖബർ ചിന്തിക്കുന്നതിന് പകരം അനാവശ്യം കണ്ടുപോയി, ചാറ്റിംഗ് നടത്തിപ്പോയി, അവിഹിത ബന്ധം സ്ഥാപിച്ചുപോയി. എന്റെ ഭർത്താവിനോടൊന്നും സംസാരത്തിനൊരു സുഖമില്ല,
പഴയ കാലത്തൊരു കാമുകനുണ്ടായിരുന്നു. വിളിച്ചാലയാള് വിളിക്ക് ഉത്തരം ചെയ്യുമോ എന്നറിയില്ല. ഒന്ന് നമ്പർ നെക്കി നോക്കിയാലോ എന്ന് തോന്നിപ്പോയി. വലാകിന്നക കുന്ത ഇദാ ഖലൗത ബിൽ മാസി. നിസ്കരിച്ച ആളോടും ഖബറിൽ ശിക്ഷിക്കുന്ന ആള് പറയുന്നത്, തെറ്റ് നീ ഒറ്റക്ക് ചെയ്യുമ്പോ ലം തുറാഖിബില്ലാ, അള്ളാനെ നിരീക്ഷിച്ചില്ല അല്ലേ. എന്നിട്ട് ഒറ്റക്കിരിക്കുമ്പോ ദിക്ർ ചൊല്ലേണ്ടതിന് പകരം, ഒറ്റക്കിരിക്കുമ്പോ പടച്ചോനെ പേടിച്ച് കരയേണ്ടതിന് പകരം, ഒറ്റക്കിരിക്കുമ്പോ ഒറ്റക്കുള്ള കിടത്തമ്മാലും നീ തെറ്റുകുറ്റങ്ങളിൽ വ്യാപിച്ചു പോയി. അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആ മറുപടി കേട്ട് ഞാൻ ആകെ പേടിച്ചു പോയി. മഖ്ബറയുടെ ഉള്ളിൽ നിന്ന് ഈ മറുപടി കിട്ടുമ്പോ നമുക്കിതിൽ വലിയ പാഠമുണ്ട്, ചിന്തിക്കാൻ ഒരുപാടുണ്ട്. പടച്ച റബ്ബിനെ പേടിച്ച് കഴിയുന്നവരല്ലേ മുത്തഖീങ്ങള്. അവർക്കല്ലേ ആഖിറത്തിലുള്ള വലിയ വാഗ്ദാനങ്ങൾ അല്ലാഹു നൽകിയിരിക്കുന്നത്. പടച്ച റബ്ബിനെ ഏറ്റവും കൂടുതൽ പേടിച്ചവരാരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം മുത്തുനബി തങ്ങൾ പേടിച്ചത്. ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഓരോ സമയവും അള്ളാഹുവിന്റെ ഓർഡർ വരുമോ എന്ന് കാത്ത് എത്ര കാലമായി ഇതാ സൂറിൽ ഊതാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗം വായിലേക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഓർഡർ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് മലക്കത്ര കാലമായി. ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഞാൻ എങ്ങനെ പെട്ടെന്ന് ഈ വെള്ളത്തിന് കാത്തിരിക്കാൻ ഇത്രയും നേരം എനിക്ക് കഴിയോ? പേടിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലുള്ള ഖൗഫാണത്. ഏറ്റവും അധികം അള്ളാഹുവിനെ പേടിച്ചത് അവിടുന്നാണ്. പടച്ച റബ്ബിനെ പേടിച്ച് ആഖിറമുണ്ടെന്നുള്ള ബോധം നമ്മുടെ ഖൽബിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഓരോ മേഖലകളും നിറച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ.